അത് ഇവര് രണ്ടുപേരും മാത്രം ഇരുന്നിട്ട് കുറെ നേരം കൊണ്ടിട്ടേ. അപ്പൊ ഇവരും ഭയങ്കര പ്ലാൻ ചെയ്തൊക്കെ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞു, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവര് ഭയങ്കര അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തിനാ വിളിച്ചത് നിങ്ങള്? അപ്പൊ അത് സീരിയസ് ആയിട്ട് അങ്ങനെയായോ ഇപ്പൊ? അപ്പൊ ശരി, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. 3 വാഴകൾ. ബിഗ് ബോസിനകത്ത് 3 വാഴ. ഒരു ചെറിയ പേരുണ്ട് ഞങ്ങൾക്ക്, സുഖിൽ. സുഖിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം കൂടെ കേറുവോ? അമ്മ, അച്ഛൻ, മോൻ. നമ്മൾ ഇനി സംസാരിക്കുന്നത് നമ്മളെ ഫ്യൂച്ചർ പരിപാടിയെ കുറിച്ചാണ്. അതായത് ഈ 29 വയസ്സുള്ള 80 വയസ്സുകാരനായിട്ട് ഇന്നലെ രാത്രി സംസാരിക്കുകയാണ്. ഇവിടെ വന്നിരുന്നു ഫസ്റ്റ്. അതായത് അച്ഛനും അമ്മയും മോനും. ഇവനെ എന്ത് ചെയ്യണം? ഇവനെ ഞാനേ അല്ല, ഇവൻ ഉണ്ടായിരുന്നു. എന്നെ കണ്ടില്ല, പക്ഷേ ഇവൻ എങ്ങനെ നടക്കുന്നുണ്ട്? ചേരുവോ? അതെന്താ ഇവര് തമ്മിൽ ഞാൻ പറയട്ടെ, ഇവര് ചേരും, പക്ഷെ ഇടയിൽ ഞാൻ വേണം. ഇപ്പൊ മനസ്സിലായി ഇതിൽ ഏറ്റവും ദുഷ്ടനും ക്രൂരനും ആരാണോ? എന്റെ അഖിലേട്ടനെ പറഞ്ഞോ. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒരു വില്ലൻ വേഷം തരണേ. ചന്ദ്രൻ, നിലാവ്, ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴി. ഇവൻ ചതിച്ചതാ സെന്റർ ഓഫ് അട്രാക്ഷന് വേണ്ടിട്ട്. അവിടെ ഞാൻ നോമിനേറ്റ് ചെയ്തില്ലായിരുന്നു, ഇവിടെ കിട്ടിക്കോളൂ. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ adenium plants പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ adenium plant നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ദ സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇനി ചുമ്മാ പൈസ വാങ്ങണല്ലേ, കൈയടി. അല്ല, ഞാൻ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ കൂടെ പറയട്ടെ. അങ്ങനെയുണ്ട്. അതായത് ബീറ്റ് ദ സ്റ്റാർസ് എന്ന് പറഞ്ഞ ഒരു ഷോ നമ്മൾ ചെറിയൊരു ഇന്റർവെലിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഇങ്ങനെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, സാധാരണ നമ്മളൊക്കെ കാണുന്ന പോലെ ഒരു ഷോയിൽ ഒരു അതിഥി അങ്ങനെ പറ്റില്ല. ഇന്നത്തെ ഒരു ബ്രേക്കിന് ശേഷം വരുമ്പോൾ ഇന്നത്തെ ഈ ഒരു ഷോയ്ക്ക് ഭയങ്കര എനർജി വേണ്ടേ, കൂടുതൽ കളർഫുൾ ആക്കണ്ടേ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചപ്പോഴാണ് നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇപ്പൊ വിശേഷങ്ങളൊക്കെ ഇവരെ കുറിച്ച് അറിയണമെന്നും ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവര് 3 പേരെയും കൂടിയാണ് ബീറ്റ് ദ സ്റ്റാർസിന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നത്. ഞങ്ങളെ പരിചയപ്പെടുത്തണോ? അതെ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ഫോർമാലിറ്റി എന്നുള്ള ബേസിൽ പറഞ്ഞേക്കാം. സുചിത്ര, സൂരജ്, കുട്ടി അഖിൽ. യെസ്, വെൽക്കം ടു ബീറ്റ് ദ സ്റ്റാർസ്. അനക്കാൽ ഒരു ചെറിയ പേരുണ്ട് ഞങ്ങൾക്ക്, സുഖിൽ. സുഖിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം കൂടെ കേറുവോ? അതെ, സൂരജ്, സുചിത്ര, അഖിൽ. അപ്പൊ അങ്ങനെ സുസു വേണ്ടേ? അല്ലല്ല, അമ്മ, അച്ഛൻ, മോൻ. അതല്ലേ സുഖിൽ ഫാമിലി? അങ്ങനെയായിരുന്നു. സുഖിൽ അങ്ങനെയായിരുന്നു. അങ്ങനെയല്ല എന്റെ പൊല്ല് സഹോദര. ഞാൻ ആ സമയത്ത് ഔട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഇപ്പൊ നീ ഔട്ടായോ? 2 വർഷം കഴിഞ്ഞു ബിഗ് ബോസ് ഔട്ടായിട്ടില്ല. നീ സത്യം അറിയാമോ, നിന്റെ മൈൻഡിൽ നിന്ന് ഇതുവരെ ബിഗ് ബോസ് ഔട്ട് ആയിട്ടില്ല. നീ ഒന്നും മിണ്ടായിരിക്കണേ. ഞാൻ ഇതെന്താ ചരിത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ സുഖിൽ എന്നുള്ള പേരിന്റെയോ? അത് നിനക്ക് ഇത്രയും നാളായിട്ട് അറിഞ്ഞൂടെ? ഇറങ്ങി നിങ്ങളെ അച്ഛനും അമ്മയും എന്നെ കുട്ടിയാണ് കരുതിയേ, അങ്ങനെയല്ലേ? അതെടാ, അത് കുറച്ച് കമന്റ്സ് അങ്ങനെ വന്നു. നമ്മളൊന്ന് മൂകാംബിയെ പോയപ്പോ കുറച്ച് കമന്റ്സ് അത് വന്നു, അത്രേ ഉള്ളൂ. പക്ഷെ മൂകാംബിക പോയത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ? അല്ലല്ലോ, ഇവൻ ഉണ്ടായിരുന്നു. എന്നെ കണ്ടില്ല, പക്ഷെ ഇവൻ എങ്ങനെ നടക്കുന്നുണ്ട്? അല്ലല്ല, നമ്മളെ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മള് സാധാരണ നമ്മള് ഷോയിൽ ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഇൻഡിവിജ്വൽ പോലും അങ്ങനെ ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഇന്റർവ്യൂസ് എന്തെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, മൂവി ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പടം ബേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. നിന്റെ എക്സ്ക്ലൂസീവ് മലപ്പുറത്ത് കിടപ്പുണ്ട്, ഇപ്പൊ എടുത്തിട്ടോ. അപ്പൊ അങ്ങനെ അതിനുശേഷം നമ്മൾ ഒരുമിച്ചൊരു പരിപാടി കൊടുക്കണം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. അത് ഇന്റർവ്യൂ ആവരുത്, നമ്മള് ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന പരിപാടി ആവരുത്. അല്ലാതെ നമ്മുടെ ഒരു വൈബ് അങ്ങനെ മൂഡില് ഇന്നലെ രാത്രിയും കൂടെ ഈ സഹോദരനോട് ഇവൻ പറയാണ്, അയിലട്ടാ
നമുക്ക് വന്നിരിക്കുമ്പം നമ്മൾ ഇനി ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. കാര്യം 2 കൊല്ലമായി നമ്മുടെ ആ ഷോ കഴിഞ്ഞിട്ട്. ഞാൻ അത്രേ ഉള്ളൂ. നമ്മൾ ഇനി സംസാരിക്കുന്നത് നമ്മളെ ഫ്യൂച്ചർ പരിപാടികളെ കുറിച്ചാണ്. അതായത് ഈ 29 വയസ്സുള്ളത് 80 വയസ്സുകാരനായിട്ട് ഇന്നലെ രാത്രി സംസാരിക്കുകയാണ്. ഇവിടെ വന്നിരുന്നു ഫസ്റ്റ്. അതായത് അച്ഛനും അമ്മയും മോനും. ഇവനെ എന്ത് ചെയ്യണം? ഇവനെ അല്ല പറഞ്ഞു ഇത്രയും പറഞ്ഞ അവൻ ഫസ്റ്റ് അത് കാര്യം ചെയ്യാം. അഖിൽ, നമുക്ക് ഇവിടെ കുറെ സംഭവങ്ങളും ഗെയിമും കാര്യങ്ങളും പനിഷ്മെന്റും എല്ലാം ഉണ്ട്. പനിഷ്മെന്റ് നമുക്ക് ഈ കുട്ടിക്ക് കൊടുക്കാം. ഇതിന് മോളിൽ ഒരു താഴോട്ടറിയ വഴിയുണ്ടോ? അല്ലല്ല, ഒരു കാര്യം ഞാൻ പറയാം. ബിഗ് ബോസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം ബിഗ് ബോസ് കാരണമാണ് ഈ ഒരു വൃത്തികെട്ടവനെ ഞങ്ങളുടെ കൂടെ കിട്ടിയത്. അല്ല, അതും ഈ വൃത്തികെട്ടവൻ രണ്ടെണ്ണത്തിന് ചുമക്കട പാടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ഈ ഒരു 3 പേര് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് തന്നെ ബിഗ് ബോസ് ത്രൂ ആണ്. ബിഗ് ബോസ് കാരണം നിങ്ങൾ തമ്മിൽ പരിചയമോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഇവളെ അറിയാം, ഇവനെ അറിയാം. പക്ഷെ രണ്ടുപേരുമായിട്ടും ഞാൻ അധികം സംസാരിക്കാറില്ല. ഒരു ഇന്റർവ്യൂ എനിക്കിവനെ അതുവഴി പോയാൽ ഞാൻ ഇതുവഴി പോകും. അത്രക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴും തന്നെ. അതുകൊണ്ടാണല്ലേ ഇടയ്ക്ക് സൂരജിനെ പിന്നെ ഇവന്റെ ഞങ്ങളുടെ രണ്ടുപേരും കോണ്ടാക്ട് നമ്പർ ഉണ്ട്. ഒരു വർക്കിലുണ്ടായിരുന്നു, പക്ഷെ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കണ്ട് അത്രേ ഉള്ളൂ. വേറെ ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ബോണ്ടിങ് പരിപാടി ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു ബോണ്ടിങ് എങ്ങനെ ഉണ്ടായി? അതാ ഞാൻ പറഞ്ഞു, ഒരിക്കലും നമ്മള് വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. എന്താന്നറിയാമോ, ഒരു സൈഡിൽ വൻ കലാപം നടക്കുമ്പോ മാറി എവിടെയെങ്കിലും പോയി തലപ്പരാന്തെടുത്തിട്ട് മാറിയിരിക്കുമല്ലോ. ഇതേപോലൊരു സോഫ ബിഗ് ബോസിനകത്തും ഉണ്ടായിരുന്നു, ഒരു മഞ്ഞ കളറ്. അവിടെയായിരുന്നു ഈ ഇരിപ്പ്. എനിക്കൊരു ബീം ബാഗും. ഞാൻ ഇങ്ങനെ ഇരിക്കും, ഇവർ രണ്ടുപേരും ഇതിലിരിക്കും. അങ്ങനെ തുടങ്ങിയതാ. അതിനാൽ ഈ ഓരോരുത്തരായിട്ട് വരുമല്ലോ. അവിടെ വൻ ബഹളം മാറി ഇങ്ങനെ ഇരുന്നപ്പം ഓരോരുത്തരായിട്ട് എന്താ സംഭവം, അവിടെ ഭയങ്കര ബഹളം. അല്ല, എന്തിനാന്നറിയില്ല അതിനകത്ത് ബഹളം വെക്കുന്നത്. പെട്ടെന്ന് ഒരു സാധനം ഇതാരെ എവിടെ കൊണ്ടുവച്ച അങ്ങനെ അങ്ങ് തുടങ്ങും. ഇതിനൊക്കെ വേണ്ടി എന്തിനാ ഇങ്ങനെ ബഹളം? അഖിലായിരുന്നു അപ്പൊ അപ്പഴും എപ്പോഴും ഇങ്ങനെ വയലന്റ് ആവുന്നത് ആണോ? ഞാൻ പാവമായിരുന്നല്ലേ. 3 വാഴകൾ ബിഗ് ബോസിനകത്തെ 3 വാഴ. 2 വാഴയും 1 വാഴത്തൈയും. അതല്ലടാ കറക്റ്റ്. ഞാൻ വാഴ താങ്ങിയാണ് കരുതി. വാഴ താങ്ങിയാണെന്ന് കരുതി. വാഴ താങ്ങിയതാ. 3 സേഫ് ഗെയിമർ എന്നുള്ള പേരാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാൻ സേഫ് ഗെയിമർ ഒന്നുമല്ല, നിനക്കത് കിട്ടിയത് നീ പറഞ്ഞു. എനിക്ക് സേഫ് ഗെയിമർ പേരൊന്നുമില്ലായിരുന്നു. എന്റെ കാര്യം പറയാൻ എനിക്കറിയാം. ഇതിനിടയിൽ നിങ്ങൾ പറഞ്ഞു പോയി അമ്പലത്തിൽ പോയ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. അങ്ങനെ ഇടയ്ക്ക് നിങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിരിഞ്ഞപ്പോഴാണല്ലോ പെട്ടെന്ന് ആൾക്കാർ അതിനെ വെച്ചിട്ട് കമന്റ്സ് വന്നു. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോയതാണ് സുഖിലും എന്നുള്ള പേര്. അതല്ല, എന്താ അറിയോ, അതിനകത്ത് സൂം അഖിലും എന്നുള്ളതുകൊണ്ട് സുചിത്ര അഖിൽ എന്നുള്ളതുകൊണ്ട് ആ ഒരു പേരിലേ സുഖിലിന് തോന്നിയുള്ളൂ. ഉണ്ടായിരുന്നു, പക്ഷെ അത് സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഇവൻ സൈലന്റ് കില്ലർ ആയിരുന്നു. അല്ല, അതെന്താ അറിയോ, അല്ല ആ സമയത്ത് നമ്മള് അകത്തിരുന്ന് നമ്മൾ ഈ അവിടെ പറഞ്ഞില്ലേ 3 പേരും ഒന്നും ഒരു കാര്യമില്ലാതെ ഈ സോഫയിൽ പേര് പറയുന്നതിന്റെ ഇടയില് നമ്മൾ അകത്ത് വെച്ച് സംസാരിച്ചാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കാര്യം അറിയാമോ, അവിടുന്ന് വരുമ്പോഴൊക്കെ ബാക്കിയുള്ളിടത്തൊക്കെ കുളു മണാലി മറ്റേ അവിടുന്ന് ഹിമാലയം അതൊക്കെയാണ് ബാക്കിയുള്ള ടീം അവിടെ നിന്ന് ബൈക്കിൽ എല്ലാവരും മണാലി പോകുന്നതോടൊപ്പം അങ്ങനെയൊക്കെ പ്ലാനിങ്ങാ. അപ്പൊ എനിക്കൊന്നും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലൊന്നും പോയില്ല. ഞാൻ പറഞ്ഞു അപ്പൊ ഇവള് മൂകാംബിക പോയിട്ടില്ലെന്ന് എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ അടുത്ത് ഒരു വട്ടം പോയിട്ട് അപ്പൊ ഞാനും പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് 3 കൂടെ മൂകാംബിക പോവാം എന്നകത്ത് വെച്ചിട്ട് നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞ ആ വീട്ടിനകത്ത് വെച്ച് വൻ പ്ലാനിങ് നടന്നവർ ആരും ഒരു പ്ലാനിങ് നടന്നിട്ടില്ല. ഞങ്ങൾ മൂകാംബിക പോകാൻ പ്ലാൻ ചെയ്തു. ഞങ്ങൾ അതുപോലെ ഞങ്ങൾ 3 പേരുമായിട്ട് മൂകാംബിക പോയി അവിടെ നിന്നൊരു ഫോട്ടോ ഇട്ടു. ഫോട്ടോ എടുത്തപ്പോ നിങ്ങൾ വിചാരിച്ചില്ല. അല്ല, ആ കൂട്ടത്തിൽ ഇവനുണ്ട് ആ ഫോട്ടോയില്. ഞങ്ങള് 3 പേരായിട്ട് ഒരുമിച്ച് നിന്ന് എടുത്ത ഫോട്ടോയാണ്. പക്ഷെ അതിൽ ഞങ്ങൾ 2 പേരുടെയും മാത്രം കല്യാണം കഴിഞ്ഞ് കുട്ടി സൂരജ്. അല്ല, അതിപ്പോ നിങ്ങൾ അവിടെ വന്നപ്പോഴും അവിടെ സൂരജിനെ എല്ലാരും ഇത് ഇപ്പൊ തന്നെ ഞാൻ നോക്കിയാലും നിങ്ങൾ 2 പേരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്. പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് സൂരജിനെ ഒറ്റയ്ക്കണ്ട വൈറ്റ് ആക്കിട്ട് അവിടെ ഇവിടെ ഇത് കണ്ടോ, ബ്ലാക്ക് വൈറ്റ് കണ്ടോ, മനസ്സാ എല്ലാരും ബ്ലാക്ക് ഇട്ട് വരാന്ന് പ്ലാൻ ചെയ്തിട്ട് ഇവനാ ചതിയൻ. ഇവൻ ചതിച്ചതാ സെന്റർ ഓഫ് അട്രാക്ഷന് വേണ്ടിട്ട്. സെന്റർ ഓഫ് അട്രാക്ഷന് വേണ്ടിട്ട്
അവിടെ ഞാൻ നോമിനേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇട്ടിട്ടുണ്ടോ? കൊടുക്കും സൂരജ് ഒരു അടി കൊടുക്കും, ഒരു അടിയുടെ കുറവുണ്ട് അഖിലിന്. അല്ല ഇപ്പൊ നിങ്ങൾ എന്നിട്ട് അവസാനം നിങ്ങൾ ഒരുമിച്ച് ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കില്ല, ഒറ്റയ്ക്ക് കൊടുക്കില്ല, ഒരുമിച്ചേ കൊടുക്കുള്ളൂ അല്ല എന്നുള്ളൊരു- ബിഗ് ബോസ് റിലേറ്റഡ് അതായത് ഒന്നും ഒരാൾ കൊടുക്കുന്നില്ല. എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അത് സേവ് ചെയ്യാൻ വേറെ രണ്ടുപേര് വേണമല്ലോ. ഓ, അങ്ങനെ അത് നിന്റെ കാര്യം. ആ, എന്റെ ഞങ്ങള് ഫുൾ ടൈം പൊട്ടത്തരം പറയുന്നോണ്ട് ഞങ്ങൾ ആരും സേവ് ചെയ്യണ്ട. പോയി സൂരജ് കൈവിട്ട് പോയി. അപ്പൊ എനിക്ക് അതല്ല ഇതൊന്നും തോന്നുന്നത് അതുകൊണ്ടല്ല, ഞങ്ങള് മൂന്നുപേരായിട്ട് എവിടെയും കൊടുത്തിട്ടില്ല, ഇതുവരെയും കൊടുത്തിട്ടില്ല, ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കൊന്ന് ഞാനും ഇവനുമായിട്ട് ഒരു പ്രോഗ്രാം മാത്രമാണ് ബിഗ് ബോസിന് ശേഷം ചെയ്തത്. അടിമോനെ ബസർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്തു. അതല്ലാതെ വേറെ ഒന്നും. ഇന്റർവ്യൂ ആയിട്ട് അതിന് ശേഷം ഏഷ്യാനെറ്റിൽ തന്നെ ഒരു വലിയ ഷോ ഞങ്ങൾ മൂന്നുപേരും ഞങ്ങള് വെച്ചിട്ട് മൂന്നുപേരെയും വെച്ചിട്ട് പ്ലാനിങ്ങിലുണ്ടായിരുന്നു. ആങ്കർ ചെയ്യാനായിട്ട് ഞങ്ങള് മൂന്നുപേരെയും വെച്ചിട്ട് ഒരു ഷോയുടെ പേര് പറഞ്ഞില്ല, വലിയൊരു ഷോയുടെ 2ാം ഭാഗം. Okay. പക്ഷെ അതെന്തൊക്കെയോ ചാനൽ സംബന്ധമായ ടെക്നിക്കൽ എന്തൊക്കെയോ പ്രോബ്ലം കാരണം നടന്നില്ല. അതില് മൈൽസ്റ്റോൺ മേക്കേഴ്സിലാണ് നിങ്ങളെ 3 പേരെയും കൂടെ ഒരുമിച്ച് നിങ്ങൾക്കാണ് ആ ഭാഗ്യം എന്ന്. അതെ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമുക്കാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ആ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് വേണ്ട കുടിക്കട്ടെ. നല്ലതാ, കുടിക്കൂ, ഒന്ന് ഇതാവില്ലേ, ഫ്രഷ് ആവില്ലേ. ശരി, അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇപ്പൊ ഇവിടെ എത്തിക്കാനുള്ള കാര്യം ഞാൻ അഖിലിന്റെ അടുത്ത് ചോദിക്കട്ടെ, അത് മന്ദാകിനിയാണോ? മന്ദാകിനിയുടെ ആ ഒരു ഇപ്പൊ നല്ല റെസ്പോൺസ് ഉണ്ട് തിയേറ്ററിൽ, നല്ല രീതിയിൽ എല്ലാരും മൂവി കണ്ടിട്ട് നല്ല ഫീഡ്ബാക്ക്, പ്രത്യേകിച്ചും അഖിലൊക്കെ ചെയ്തതിനെ കുറിച്ചൊക്കെ. സൂരജ് എന്തോ കമന്റ് ഉണ്ടാക്കി കണ്ടിട്ട് അതിന് കുറെ ഡയറക്ടേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താ അയച്ചത് അപ്പൊ നിങ്ങൾ ഇനി പറയൂ. അടുത്ത കുറച്ച് നല്ല നല്ല പരിപാടികൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുന്നത് അഖിലേട്ടന്റെ. ഓഹോ, അല്ല മന്ദാകിനി അല്ല സത്യത്തിൽ ഇവിടെ എത്തിച്ചത്. പിന്നെ ഞങ്ങള് കുറെ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു ഇപ്പൊ നമ്മൾ 3 പേരുണ്ട്, നമ്മൾ 3 പേര് ഭയങ്കര നമുക്ക് ഇടയിലുള്ള ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈബോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോണ്ടിങ്ങോ പരിപാടിയോ അത് ഒന്നും നല്ലൊരു ചാനലിൽ തന്നെ വരണം എന്ന് ഞങ്ങൾ അപ്പൊ അത് കൊടുത്തിട്ടില്ല. പൊങ്ങി മൈൽസ്റ്റോൺ താഴേക്ക് അല്ല വേറെ കാര്യമുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞു. ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ മൈൽസ്റ്റോൺ മേക്കേഴ്സ് തന്നെ 2 years ആയിട്ട് നിങ്ങളുടെ അടുത്ത് വിളിച്ചോണ്ടിരിക്കും. അതാ പറഞ്ഞത്, ആദ്യം ഇതുവരെയും വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ മനഃപൂർവ്വം വരാത്തതല്ല, ഇവൻ വിളിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കാര്യങ്ങൾ ഒന്നുകിലും ഞാൻ തിരക്കായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കാശ് കൂടുതൽ ചോദിക്കും, അല്ലെങ്കിൽ ഇവൻ കാശ് കൂടുതൽ ചോദിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കാശ് തരാൻ പറ്റില്ല എന്ന് പറയും. ഇപ്പോ നമ്മളിങ്ങനെ അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് എന്തായാലും ഒരു ഇതുവരെ നമ്മൾ ചെയ്തില്ലല്ലോ, അപ്പൊ ആ പരിപാടി പിടിച്ചാൽ എല്ലാവരും കുറെ ദിവസം ഫ്രീ ആയിട്ട് നിൽക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങോട്ടാ ഫസ്റ്റ് വിളിച്ചത്. എടാ അന്ന് നീ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇപ്പൊ ചെയ്താലോ എന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോഴാണ് അതിന്റെ സമയമായത്. അതെ, പക്ഷെ വേറെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, രമ്യ ചേച്ചി തന്നെ അത് ആങ്കർ ചെയ്യണമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ആണോ? ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞിരുന്നു. ഞാൻ സത്യമായിട്ട് പറഞ്ഞു. അതെന്തായിരുന്നു demand? ഞാനല്ലേ അവനോട് ചോദിച്ചു, അറിഞ്ഞിട്ടില്ല. ആ ചേച്ചി തന്നെ ചെയ്യണം. എന്തോ വലുത് വരാനുണ്ട്. അല്ല രമ്യ ചേച്ചി ഇത് ഇന്റർവ്യൂ ഇപ്പൊ തുടക്കമാണല്ലോ, ഞാനമ്പ് ജോലികളൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ. അങ്ങനെയൊന്നുമില്ല, ചേച്ചിയുടെ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടം. മുന്നേ ഞാൻ കാക്കിപ്പെടാന്നുള്ള സിനിമ ചെയ്തതിന്റെ പ്രൊമോഷന് ചേച്ചി വന്നിട്ട് അപ്പോഴും ചേച്ചി വന്ന് പ്രൊമോഷൻ എടുത്തു. എനിക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞായിരുന്നു ചേച്ചി നോട്ട് ചെയ്തു, എന്തെങ്കിലും എന്റെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ ആങ്കറിനെ കൊണ്ട് തന്നെ അവസാനം ഇതെന്നെ പറയണം. അഖിലിന് മനസ്സിലായി ഈ ചക്കികൾക്കൊത്ത ചങ്കരൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ആ വൈബ് കറക്റ്റ് ആയിരിക്കുന്നത് മനസ്സിലായത് കൊണ്ടാണ് നമ്മളിപ്പോ. പിന്നെ അല്ലല്ല, ഇതൊരു നോർമൽ ചാറ്റ് ഷോ അല്ലല്ലോ നമ്മുടെ, അല്ലേ? ഇത് ആണോ? അല്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. തുടങ്ങാൻ പോകുന്നത് നമ്മൾ സ്റ്റാർസിനെ ബീറ്റ് ചെയ്യാൻ പോകുന്ന ഷോ അടിക്കോ? അങ്ങനത്തെ കുറെ അടികളും ബഹളങ്ങളും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഈ സൗഹൃദം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ, നിങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം വാസികളാണ്, ഇദ്ദേഹം മലപ്പുറമാണ്, പക്ഷെ ഇപ്പൊ എറണാകുളത്ത് സെറ്റിൽ ചെയ്തു. ഞാൻ മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇടയിൽ ഈ സിനിമ ഇതുപോലത്തെ കാര്യങ്ങളിൽ മാത്രമാണോ നിങ്ങൾ, അല്ലാതെ ശരിക്കും പ്രൊഫഷണൽ ബന്ധം മാത്രമാണോ, അല്ലാതെ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യോ, നിങ്ങൾ ഒരുമിച്ച് മീറ്റ് ചെയ്യാറോ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഈശ്വര, എവിടെയെങ്കിലും ഒന്ന് യാത്ര പോയി ഞങ്ങൾ ഒരുമിച്ച് കണ്ടാൽ അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അവിടെ കപ്പിൾസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ സത്യമായിട്ട് പറയാം, ഞങ്ങള് 3 പേരും പലയിടത്തും യാത്ര ചെയ്യാറുണ്ട്. ഞങ്ങൾ 3 പേരും മാത്രമല്ല. അതെ, ഞങ്ങൾ ഒരു ആദ്യത്തെ ഒരു ടൈമിലൊക്കെ അങ്ങനത്തെ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്കതൊരു ഇതെന്താണ് എവിടെ പോയാലും ഭയങ്കര വിഷമൊക്കെ തോന്നി. പിന്നെ ഈ നെവർ മൈൻഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, നമ്മളത് മൈൻഡ് ചെയ്താലേ നമുക്ക് ആ പ്രശ്നമുള്ളൂ. എന്നൊരു സാധനം വന്നപ്പോ നമ്മളിപ്പോ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ 3 പേര് യാത്ര ചെയ്യാറുണ്ട്. 3 പേര് ഇപ്പൊ ഞങ്ങള് 3 പേര് മാത്രല്ല, ഇപ്പൊ ധന്യ ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. പലപ്പോഴും പലയിടത്തും നമ്മൾ കൂടുമ്പോഴൊക്കെ ധന്യ, ജോൺ ചേട്ടൻ ഉണ്ടാവും, ധന്യ ഹസ്ബൻഡ് ജോൺ ചേട്ടൻ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ശാലിനി
ഇപ്പതാ ഞങ്ങൾ ഇന്നിപ്പോ ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ ശാലിനിയുടെ ഹസ്ബൻഡ് കൊണ്ടുപോകാതെ പോവാ ചേച്ചി. അതെന്താ സമ്മതിക്കരുത് സൂരജ്? ചുമ്മാ അറിയുന്നത് ഇവ ബാഗ് പാക്ക് ചെയ്ത് എടാ കള്ള. ബാഗും പാക്ക് ചെയ്തിട്ട് ഞാൻ പോണില്ല. എന്റെ അടുത്ത് 10 വട്ടം വിളിച്ചു ചോദിച്ചു മൂന്നാറിൽ മഴയാണോ തണുപ്പാണോ എന്തിനാ സെക്ടർ എടുക്കണ്ടേന്ന്. അല്ല പക്ഷെ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ മൈൽ സ്റ്റോൺകാർക്ക് ഞങ്ങൾക്ക് ഇത് എങ്ങനെയാ മനസ്സിലായെന്ന് അറിയോ ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്ര തിക്കാണെന്ന്? എങ്ങനെയാ സുചിത്ര നേരത്തെ നമ്മുടെ മൈൽ സ്റ്റോണിൽ നമുക്കൊരു ഇന്റർവ്യൂ തന്നിട്ടുണ്ട്. അന്ന് ആ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സും കാര്യങ്ങളും ഒക്കെ താഴെ പോയി കഴിഞ്ഞപ്പോ ആ നെഗറ്റീവ് കമന്റ്സ് ഹൈഡ് ചെയ്യണം അല്ലെങ്കിൽ അത് കളയണം എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് കുട്ടിയാക്കിലും സൂരജും നമ്മുടെ മൈൽ സ്റ്റോണിലേക്ക് വിളിച്ചു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഈ 2 പേര് ശരിക്കും ഭയങ്കര ഇവര് ശരിക്കും ഹാർഡ് കോർ ആയിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് ഇവരുടെ ഇവര് സ്ട്രോങ് ആയിട്ടൊന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവര് അതുകൊണ്ടായിരിക്കില്ല ഇവനെയും കൂടെ വെച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. ഓ ഇത് അവന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അല്ല വേറെ സംഭവം അന്ന് സർപ്രൈസ് ആയിട്ട് ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു ഇവളോട്. ഇവള് എന്നെ വിളിച്ചത്. അപ്പൊ ഞാനിത് അല്ല എന്നോട് റോൻ പറഞ്ഞത് ഇവനെ വിളിക്കാനാ. അപ്പൊ എന്നെ അതിന് തൊട്ട് മുന്നേ 2 ദിവസം മുന്നേ ഇവനും ഞാനും കൂടെ പൊരിഞ്ഞ അടിയിൽ ഇവ എന്നെ ഇൻസ്റ്റയിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് എല്ലാത്തിനും വിളിച്ചു. ദൈവമേ ഇവനെ ഞാൻ വിളിച്ച ഇവ ഫോൺ എടുക്കോ ജസ്റ്റ് മിണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എടുത്തു. എന്തോ ഭാഗ്യം. ഞാൻ എന്തറിയോ നമ്മളിപ്പോ നോർമലി സംസാരിക്കുമ്പോ നമ്മള് തിരുവനന്തപുരത്ത് ചെറിയ ഒരു തെറിയുണ്ട്. അത് നമ്മള് കൂട്ടുകാർ സംസാരിക്കുമ്പോൾ ഞാൻ അത് ഇവർക്ക് അറിയാം. ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ ഇത് ഇറിറ്റേഷൻ ആകുമ്പോഴേക്ക് അതിന്റെ വായിന്ന് വീഴും. അപ്പൊ ഇവൾ എന്നെ വിളിച്ചിട്ട് ആദ്യം ചോദിച്ചത് നീ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വിളിച്ചിട്ട്. അപ്പൊ എനിക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഞാൻ കേൾക്കുന്നില്ല. എനിക്ക് ഷാജി പാപ്പാനെ മൈൻഡിലുള്ളൂ. അപ്പം ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആര് വിളിച്ചിട്ട് നീ എന്താ നമ്പർ കൊടുക്കാത്ത? അപ്പൊ ഞാൻ ചോദിച്ചു എന്തുമായി? ഞാൻ അങ്ങനെ തിരിച്ചു ചോദിച്ചത് ഇത് പ്രാങ്കോൾ ആണെന്നോ ഇത് റെക്കോർഡ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഇത് വന്നതിന് ശേഷം എന്റെ അമ്മ വരെ എന്റെ അടുത്ത് ചോദിച്ചു നീ എന്തിനാ ആ കൊച്ചു വിളിച്ചു? ആ കൊച്ചിനെ തെറി വിളിച്ചത്? ഞാൻ അവളെ തെറി വിളിച്ചതല്ല, ഞാൻ നോർമലി പറഞ്ഞപ്പോ. എന്നിട്ട് ഇത് അവിടെ എന്താണ് തെറി എന്നുള്ളതേ കാണിച്ചിരുന്നതിനും കുഴപ്പമില്ലായിരുന്നു. അവിടെ ഒരു 2 ശബ്ദം കൂടെ. അപ്പൊ ആ തെറി ഏത് തെറിയാണെന്ന് ഫില്ലിൻ ദ ബ്ലാങ്ക്സ്. അത് ആൾക്കാരങ്ങ് ഫില്ല് ചെയ്തു. എന്നിട്ട് എനിക്ക് തെറിയായിരുന്നു അതിന്. മോശമില്ലേ? കണ്ടോ അവന് തെറിയായിരുന്നു. അതുകൊണ്ട് അതിന്റെ ആ ഇന്റർവ്യൂ അല്ല വേറെ അല്ല എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി കാര്യം ഭയങ്കര ഇതായിട്ട്. ഇനി ഒന്ന് നിങ്ങള് ബിഗ് ബോസിൽ ഇരുന്ന സമയത്തെ നിങ്ങളായിരുന്നു എന്താ പറയാ പ്രേമിക്കുകയാണ് നിങ്ങൾ അവിടെ, നിങ്ങൾ നല്ല ജോഡിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവിടെ നിങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോഴും ഇങ്ങനെയൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല, ജെനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ തമ്മിലുള്ള ജോഡികളാണ് മറ്റുള്ളവർ എപ്പോഴും ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് പറയുമ്പോഴേ നിങ്ങൾക്ക് ഇവർക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫീല്? ഇപ്പൊ അങ്ങനെ അധികം പറയുന്നില്ല കാര്യം. നിർത്തിയ അല്ല കാര്യം എന്താ പറയുമ്പോ അല്ലല്ല നേരത്തെ സ്ഥിരമായിരുന്നു കേട്ടോ. നേരത്തെ ഒരു കാര്യം ഇല്ലെങ്കിലേ അതായത് ഇപ്പൊ ചുമ്മാ പോണ വഴിക്കൊക്കെ ആ മണിയല്ലേ കയറി ഒന്ന് അടിച്ചിട്ട് പോവാം അങ്ങനെ അമ്പലമണികളായിരുന്നു ഒരു ചില മീഡിയാസിന്റെ. അത് ഞാനും വിടും കാര്യം ഒന്നും വാർത്ത എഴുതാനില്ലെങ്കിൽ വെറുതെ ഒരു വാർത്ത ഞങ്ങള് അതായിരുന്നു ഒരു സമയത്ത്. സൂരജിന് എന്താ തോന്നിയത് ഇങ്ങനെ കേട്ടപ്പോ ഇവര് തമ്മിൽ ചേരുന്നു തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ചിരിയായിരുന്നു. ഞങ്ങള് ഗ്രൂപ്പിൽ ഇന്ന് ഞങ്ങളെ 91ാമത്തെ കല്യാണം ഓരോ ന്യൂസ് ഗ്രൂപ്പിലെ പോസ്റ്റ് അടുത്തത് വന്നിട്ടുണ്ട് കേട്ടോ നീ അറിഞ്ഞായിരുന്നോ ഇത്? അല്ല ധർമ്മേട്ട ഇപ്പൊ 2ാമത് കല്യാണം കഴിച്ചു പറഞ്ഞത്. അങ്ങനെ ഇവരുടെയൊക്കെ എത്രയോ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇവര് തമ്മിൽ ചേരുവോ? അതെന്താ സൂരജ് തമ്മിൽ ഞാൻ പറയട്ടെ? നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ. എന്റെ നിലപാട് ഞാൻ പറയട്ടെ? അയ്യോ ഇവര് ചേരും പക്ഷെ ഇടയിലും ഞാൻ വേണം. സത്യസന്ധമായിട്ട് പറഞ്ഞാ ഇവ ഇനി എന്താണ് വിളിച്ച് പറയാൻ പോണെന്ന് എനിക്ക് അറിയില്ല. കാര്യം എന്താ അറിയാമോ ഇത് ഒരു മിനിറ്റ് അവനെ കണ്ണൊക്കെ നിറഞ്ഞു ദൈവമേ ഇവന് എന്ത് പറയുന്നു കാര്യം. ഒന്നാമത് ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് ഒരു മീറ്റിങ്ങിന് പോയി. അപ്പൊ ഇവര് തമ്മില് സൗന്ദര്യപ്പണക്കം. അതില് ഞാനിത് സൗന്ദര്യപ്പണക്കം അല്ല അങ്ങനെയല്ല പിണക്കം. സൗന്ദര്യപ്പണക്കത്തിന് എന്താ അർത്ഥം? അങ്ങനല്ല പിണക്കം. അത് പിന്നെ ഇവര് പിണങ്ങുമ്പോ ഇവര് നല്ല നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ചെറിയ അത് പറ നീ ടോപ്പിക്കിലേക്ക് വാ. ഇവരിതായി ഞാൻ മറ്റേ ഈ 40 വയസ്സുകാരന്റെ മൂടിൽ പിടിച്ച് ചേച്ചി അല്ല ഏട്ടാ അങ്ങനെ ആട്ടി ഇങ്ങനെ ആട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം മറന്നു, എണ്ണ അടിക്കാൻ മറന്നു. വണ്ടി വഴിയിലായി നിന്നു. അതോടുകൂടി
ഞാൻ പറഞ്ഞു ഇതിന്റെ ഇടയിൽ ഞാൻ ഇനി നിൽക്കൂലാന്ന്. എനിക്കിപ്പം നമ്മുടെ പൂച്ചക്കിന് മൂക്കുത്തിക്കകത്ത് ബൈച്ചേട്ടന്റെ ക്യാരക്ടറില്ലേ കൊച്ചു പയ്യൻ ശങ്കർചേട്ടന്റെ അടുത്തൊക്കെ ഓരോ അല്ല ഐഡിയ വേറൊരു കാര്യണ്ട്, ഇത് രണ്ടും കൂടെ അടികൂടി ഇതിനിടയ്ക്ക്. ഇവൻ വിളിച്ച് അഖിലേട്ടൻ ഫോൺ എടുക്കുള്ള ചേച്ചി എന്തെങ്കിലും ചേച്ചി. ഞാൻ അല്ല അപ്പൊ ഞാൻ പറയണേ ഞങ്ങള് തമ്മിൽ മാത്രമല്ല നിങ്ങളുടെ ഇതുകൊണ്ട് അടി ഉണ്ടാവാറ്. ആ ഇതുകൊണ്ട് ഇത് ഞാൻ ഇവന്റെ അടുത്ത് 3 ദിവസമായി മിണ്ടിയിട്ട് ഇപ്പൊ ഇന്ന് ഇവിടാണ് മിണ്ടുന്നത്. ആഹാ അപ്പൊ അങ്ങനെ ഇവരുടെ വഴക്കും ബഹളങ്ങളും എല്ലാം മാറ്റി നമുക്കിതാ വേറൊരു കൂടുതൽ ഫണ്ണിലേക്ക് പോവാം. ചക്കം പക്കം ഒരു സെഗ്മെന്റ് ആണ്. Yes. ചക്കപ്പുഴുക്കം കേട്ടില്ലേ ചേച്ചി? കേട്ടില്ലേ ചേച്ചി? ചക്കം പക്കം ചക്കും പക്കും പക്കം യാ അത് നമുക്ക് എന്താന്ന് മനസ്സിലാക്കി തരാം. അക്കം പക്കം അതുപോലെയാണ്. ഈ ചക്കം പക്കത്തിനകത്ത് നിങ്ങൾക്ക് 3 പേർക്ക് ചേച്ചി വിസിലെങ്ങാനും അടിക്കുമ്പോ പഴയ സ്കൂളിന്റെ ഓർമ്മയിൽ സ്കൂൾ വിട്ടെന്ന് ഇറങ്ങി ഓടരുത്, ഇവിടെ ഇരിക്കണം. ഇല്ല നമ്മള് തന്നെ അടിക്കണ്ട, ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറ്റിച്ച് നിക്കാണ് ഇപ്പൊ. ബ്ലൂ ബ്ലൂ നീ നീലയാണല്ലേ? മഞ്ഞയാണ് മഞ്ഞയാണ്. ഞാൻ ബ്ലൂവിന്റെ ആളാ. ഇവൻ മഞ്ഞയാ, കാണുന്നതെല്ലാം മഞ്ഞ. ഹലോ 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 ഓ പച്ചക്കായിരിക്കും അല്ലേ ഇന്ന്? അതെ എനിക്കറിയാം, വിസിലടിക്കാൻ അറിയാലോ എല്ലാവർക്കും. നാഞ്ഞു അടിച്ചേ. നന്നായിട്ട് അടിക്കും. സ്ട്രോങ് വിസിൽ. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, അതായത് ഫസ്റ്റ് ചക്കത്തിലാണ് ചോദ്യം. ചക്കം എന്ന് പറഞ്ഞാൽ ചോദ്യം, പക്കം എന്ന് പറഞ്ഞാല് ടാസ്ക്. ഓക്കെ, അപ്പൊ ഒരു ചക്കത്തിന് ഒരു പക്കം ഉണ്ടാവുവേ. റെഡി ആയിട്ട് നിന്നോളൂ. ആദ്യത്തെ ചോദ്യം, സൗഹൃദത്തിന് ആൺ പെൺ വിവേചനം പാടെ തെറ്റെന്ന് തെളിയിച്ചവരാണ് ഞങ്ങൾ. എല്ലാവരും ഒരുമിച്ച് വിസിലടിച്ചല്ലോ. ഇതിന് യോജിക്കുന്നല്ലേ? യോജിക്കുന്നു. ഞാൻ യോജിക്കുന്നു. നിങ്ങൾ വിസിലടിച്ചത്. അപ്പൊ പിന്നെ പക്കത്തിലേക്ക് ഞാൻ പോവുകയാണ്. പക്കത്തിൽ എന്താണെന്ന് വെച്ചാല് ആക്ടിംഗ് സെഗ്മെന്റ് ആണ് ഇത്. സുചിത്രക്കുള്ള ഒരു ഇതാണ് പണി. സുചിത്രയാണ് ഇവിടെ ആക്ട് ചെയ്യേണ്ടത്. അഭിനയ കുലപതിയാണ്. ഓ നിങ്ങളൊന്നും അയ്യോ. ഇതാണ് ഈ ഇന്റർവ്യൂവിന് വരേണ്ട ആവശ്യം എന്തായിരുന്നു? ഇതാണ് ആക്ട് ചെയ്ത് കാണിക്കേണ്ടത്. എനിക്ക് ശരിക്കും ചോദിക്കാനുള്ളത് തന്നെയാണ്, ഈ ഇന്റർവ്യൂവിന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അത് 3 പേർക്ക് ഇരിക്കാനുള്ള സോഫയെന്ന് ഒരു നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ആളെ തയ്ക്കാൻ കൊണ്ടുവന്നാണ്. കണ്ട അന്വേഷിച്ചാ കിട്ടിയില്ല. എനിക്ക് നിന്റെ അടുത്ത് പച്ചത്തെറിയാണ് പറഞ്ഞത്, അതുകൊണ്ട് അയ്യോ വല്ല കാര്യമുണ്ടോ എനിക്കിതിന്റെ? തികഞ്ഞു തോന്നുന്നു, പച്ചത്തെറി വിളിച്ചോ. സാരല്ല. ഓക്കെ. അത് നമ്മുടെ ചക്കവും പക്കവും ഫസ്റ്റ് ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ചക്കത്തിലേക്ക് പോവുകയാണ്. ഇത് ലാസ്റ്റ് പക്ക അവിടെ ഉണ്ട്. നോക്കിക്കോ അടുത്ത പക്ക ആർക്കാ വരാൻ പോകുന്നത്. ഓക്കെ ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ അടുത്ത ചക്കത്തിലേക്ക് പോന്നു. സുചിത്രയുടെ സിനിമ വാലിബന് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പോയി ഒരു ഷോ കണ്ടിരുന്നോ ഇല്ലയോ? ഇല്ല. എന്ത് ഫ്രണ്ട്സ് ആണ് നിങ്ങൾ? അല്ല അത് പ്രശ്നമുണ്ട്. ഞാൻ ഇവിടുന്ന് കണ്ട, എറണാകുളത്തായിരുന്നു ഞാന്. അപ്പൊ കണ്ടോ? റിലീസിന് കണ്ട്. നിങ്ങൾ കണ്ട്. പക്ഷെ എന്താ അറിയാമോ, എനിക്ക് റിലീസിന് അല്ല ഞാൻ ഈ പടം കാണാൻ പറ്റാത്തത്, ഞാൻ ആ സമയത്താണ് മന്ദാകിനി സിനിമ ഷൂട്ട് നടന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡേ നൈറ്റ് ഷൂട്ടായിരുന്നു. കൂടെ വരാൻ പറ്റിയില്ല, അതുകൊണ്ട് കാണാൻ പറ്റാത്തത്. പക്ഷെ എന്റെ മന്ദാകിനി ഇവര് നമ്മൾ 3 പേരും ഒരുമിച്ച് അതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അതാക്കില് മനസ്സിലാക്കണം കേട്ടോ. അതുകൊണ്ട് അടുത്ത പക്കത്തിലേക്ക് പോട്ടെ ഞാൻ. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി ഇതിൽ ഏറ്റവും ദുഷ്ടനും ക്രൂരനും ആരാണോ? എന്റെ അഖിലേട്ടനെ പറഞ്ഞോ. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒരു വില്ലൻ വേഷം തരണേ. ഇല്ല പക്കത്തിലേക്ക് പോട്ടെ. സൂരജിന്റെ കയ്യിൽ ഒരു ഇത് സൂരജിലേക്ക് പോയല്ലോ. സൂരജിന് പോയാലും നമുക്ക് അഖിലിലേക്ക് കൊടുത്താലോ? നോക്കട്ടെ, ഇത് സൂരജിനുള്ള എഴുതി വെച്ചിരിക്കണേ. സൂരജിന്റെ കയ്യിൽ ഒരു സിനിമാ ഗാനം നൽകും. ഓക്കെ, അത് സൂരജ് ആക്ട് ചെയ്ത് കാണിക്കണം അത് ഏതാണെന്ന്. മറ്റുള്ളവർ അത് ഐഡന്റിഫൈ ചെയ്യണം. അത് ഞാൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ ടഫ് ആയിട്ടുള്ള സംഭവം അഖിലിന് കൊടുക്കാം. അതൊക്കെ എന്റെ തന്നിരുന്നു കഴിഞ്ഞാൽ നന്നായി അഭിനയിച്ച് കാണിക്കും. കുറച്ചുറക്കെ പറഞ്ഞ നമുക്ക് കേക്കാം. ഇപ്പൊ കണ്ടോ ഇതിൽ പറയുന്ന ആളിന് സമ്മാനം ഉണ്ടോ? അതൊക്കെ ഉണ്ടാവും. സമ്മാനമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഗ്രൂപ്പ് അല്ല കേട്ടോ, ഇൻഡിവിജ്വൽ കേട്ടോ. ഓ നിന്നോട് ചോദിച്ചോ ഗ്രൂപ്പ് ആണോ? നോക്കട്ടെ. 4 അക്ഷരം 4 വാക്കുകൾ. ഓക്കെ, ഫസ്റ്റ് വാക്ക്. ഒന്ന് ഏകൻ ഒറ്റയ്ക്ക്. ഒന്നാം രാഗം പാടി ഒറ്റ കമ്പി. 2 പ്രാവശ്യം. രണ്ടാമത്തെ ഉറക്കം. ഇന്നലെ സ്വപ്നം. കുളിക്കുന്നു.
സൂരജ് നന്നായി പില്ലോ കാണുന്നുണ്ട്. പില്ലോ നിങ്ങൾ എത്തുന്നില്ല. മെത്ത ഇല്ല, ഊർക്കം വലി സ്വപ്നം ചന്ദ്രൻ ചന്ദ്രൻ നിലാവ് ഇല്ല. ഈ നിലാവത്ത് അഴിച്ചുവിട്ട കോഴി അത് നീ നിലാവ് 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 അല്ലേ? ഉറക്കം. ഒരു കാര്യം ചെയ്യട്ടെ, ഇതേ ആരുടെ സിനിമയിൽ നിന്ന് കാണിച്ച ആരെ ഏത് നടൻ? അയ്യോ അങ്ങനെ പോട്ടെ, മൂന്നാമത്തെ വാക്ക്. ആ, ബാക്കി മൂന്നാമത്തെ വാക്ക്. മൂന്നാമത്തെ അക്ഷരം പറ. രണ്ടാമത്തെ നിലാവ് അതൊന്നും ഒന്നും രണ്ടും വളരെ ഈസി ആയിരുന്നു. അയ്യോ ഇത് എവിടെ പോവാ? എന്താണ് നമ്മള് കൂട്ട് കൂട്ട്. ആ മൂന്നാമത്തെ കൂട്ടാ. ഒന്ന് ഉറക്കം, കൂട്ട്. അത് വിട്ടോ. അല്ല, ഉറങ്ങുന്നത് ശാന്തത, സമയം 12 മണി, ആ ഉച്ചയ്ക്ക്, രാത്രി. ആ അതെ. ആ ആ ഒന്ന് ആ ഇനി ആലോചിക്കാൻ കിട്ടും. ഒന്ന് ഉറക്കം, രാത്രി. ഒന്ന് ആ ഒരു രാത്രി കൂടി വിടവാങ്ങവേ. അതാണോ? അതന്നെ. വാക്കുകൾ മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുത്ത പാട്ടവൻ പാടി. മമ്മൂട്ടിയാണ് നായകൻ. അതിന് വാക്കുകൾ മുഴുവൻ ഞാൻ പറയും. ഒരു രാത്രി കൂടി വിട വാങ്ങവേ. സംരംഭത്തിലെ സംരംഭത്തിലെ പാട്ടാ. പാട്ടാണ്. ഓക്കെ ഓക്കെ, ഒരു രാത്രി കൂടി. ഒരു സംരംഭത്തിലെ പാട്ടായിരുന്നു. ഗിഫ്റ്റ് ഒക്കെ തരാം. ഞാൻ ഗിഫ്റ്റാ കഷ്ടപ്പെട്ട് നീ അവിടെ നിന്ന് കാണാപ്പാടം പഠിച്ച് അവിടെ നിന്ന് കാണിച്ചു പറഞ്ഞത് ഞാനല്ലേ? എടാ എടാ, വാക്കുകൾ മുഴുവൻ പറഞ്ഞ ഞാനല്ലേ? ആര്? ഒന്ന് രാത്രി രണ്ടുപേർക്കും തരാം. എന്റെ പൊന്നറിയാം. തരാം. ഗിഫ്റ്റ് ഒക്കെ തരാം. നോക്കട്ടെ ഇനി എത്രയൊക്കെ ഗിഫ്റ്റ് തരണം. വിഴുങ്ങിയ വിസില് കളയരുത്. വിസില് വിഴുങ്ങി ഇവൻ. ശരി, അടുത്തത് മൂന്നാമത്തെ കേട്ടോ. ഒരുമിച്ച് നമ്മൾ മറ്റേ ഇത് വിസിലടിക്കേണ്ട പരിപാടി. സൗഹൃദം തുടങ്ങിയതിനു ശേഷമുള്ള കാലയളവിൽ 3 പേരുടെയും ബർത്ത്ഡേകളിൽ ഒരു തവണയെങ്കിലും ഞങ്ങൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. ഒരുമിച്ചാണല്ലോ. ആരുടെ ബർത്ത്ഡേക്ക് ആയിരുന്നു ഒരുമിച്ച് കൂടിയത്? എന്റെ അവന്റെ ബർത്ത്ഡേക്ക് കൂടിയിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേക്ക് കൂടിയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ ബർത്ത്ഡേക്ക് മാത്രം കൂടാത്ത അത് മോശം. അല്ലല്ല, ഇതെന്താ അറിയോ, ഞങ്ങള് മൂന്ന് അറ്റത്താണ്. മീൻസ് ഞങ്ങള് മൂന്ന് അറ്റത്താണ്. എന്റെ ബർത്ത്ഡേക്ക് കൂടാൻ പറ്റിയെന്നറിയോ? പ്രത്യേകത എന്തായിരുന്നു അറിയോ? ഫസ്റ്റ് വിഷു ആയിരുന്നു, വിഷു ആയിരുന്നു, പാലുകാച്ചായിരുന്നു. അവന്റെ വീടിന്റെ പാലുകാച്ച്, വിഷു എല്ലാം ഒരു ദിവസം ബർത്ത്ഡേ ഒരു ദിവസമായിരുന്നു. അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ബിഗ് ബോസിൽ ഓൾമോസ്റ്റ് എല്ലാവരും. അതുകൊണ്ടാണ് അങ്ങനെ പറ്റി. സുചിത്രയുടെ ബർത്ത്ഡേക്ക് എനിക്ക് തോന്നുന്നു സൂരജിന് വരാൻ പറ്റില്ല. ഇവർ വന്നു, ധന്യ വന്നു, അങ്ങനെ കൊറേ പേര് വന്നു. അശ്വിൻ, ധന്യ. അപ്പൊ അതെ സെറ്റാണ്. പക്ഷെ എന്നാലും നമ്മൾ പക്കത്തിലേക്ക് പോകും. എന്നാലും പക്ക ഉണ്ട് അവിടെ. പക്കത്തിൽ എന്താന്ന് വെച്ചാല് സുഖിൽ ഇനി ഇല്ല, ഇവിടെ നിർത്താം എല്ലാം. അത് നിങ്ങൾ ആക്ട് ചെയ്ത് കാണിക്കണം. അത് ആക്ട് ചെയ്യാൻ പറ്റില്ല, അത് നിർത്തൂലല്ലോ. അത് ഒരിക്കലും അത് അഭിനയിച്ചു പോലും ഞങ്ങൾ അത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഗുളിക നിൽക്കുന്ന സമയത്തല്ലോ ഇത് പറഞ്ഞത്. ഇത് ഡ്രാമയായിട്ട് കാണിച്ചാ മതി. സുഖിൽ അങ്ങനെ അഭിനയിക്കട്ടെ. ഇതെന്താ ഞാൻ അഭിനയിച്ചിൽ ഇത്തിരി പുറകോട്ടാണ്. പിന്നെ ആരും വിളിക്കത്തില്ല. അല്ല, അഭിനയിച്ചാൽ ഇച്ചിരി മുന്നോട്ടാണ്. അത് എന്ത് ചെയ്യണം? സൂരജ് അഭിനയിക്കട്ടെ. എന്നാല് ഞാൻ ഇതിൽ അഭിനയിക്കാൻ കുറച്ച് അതായത് സുഖിൽ ഇനി ഇല്ല, ഇവിടെ നിർത്താം എല്ലാം. അങ്ങനെ അല്ല ഞാൻ പറയട്ടെ, സുഖിൽ എന്ന് പറഞ്ഞ എപ്പോഴും വിചാരം സൂരജ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആവുന്നില്ല. അപ്പൊ സുഖിൽ അങ്ങനെ എന്തെങ്കിലും ആക്കണോ? എന്തിന്? സുഖിലിന്റെ ആവശ്യമുള്ളൂ. രണ്ട് സൂ വന്നു, പിന്നെ സൂസു എന്ന് പറയേണ്ടത് വിചാരിച്ചു ഒറ്റ. ഇവിടെ സൂവും ഇതും സൂ, സൂരജും സുഖിലും സുചിത്രയും. നിനക്ക് മാത്രം ഒരു കില്ല്. അതെന്ത് പരിപാടി? ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളവർക്കേ ഉള്ളൂ. അതാ നല്ലൊരു ആക്ടിവായിട്ട് ഒരു ഇതായിട്ട് പറഞ്ഞാൽ മതി. ഇതായിട്ട് എന്താണ് സ്കില്ലുള്ളവർക്ക് കില്ലുള്ളത്. അല്ലെ, അപ്പൊ സുഖിൽ ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് പറയാ. സുഖിൽ ഇനി ഇല്ല, ഇവിടെ നിർത്താം എല്ലാം എന്ന്. ചേച്ചി എനിക്ക് വേറൊന്നുമില്ല. ഞാൻ ഇത്രയും കുറെ നേരം കൊണ്ട് ഇവിടെ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നു, ഇത് ചെയ്യുന്നു. അത് ഇവര് രണ്ടുപേരും മാത്രം ഇരുന്നിട്ട് കുറെ നേരം കൊണ്ടിട്ടേ. അപ്പൊ ഇവരും ഭയങ്കര പ്ലാൻ ചെയ്തൊക്കെ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവര് ഭയങ്കര അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തിനാ വിളിച്ചത് നിങ്ങള്? അപ്പൊ അത് സീരിയസ് ആയിട്ട് അങ്ങനെയായോ ഇപ്പൊ? അപ്പൊ ശരി, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾ രണ്ടുപേരോട് ഇന്റർവ്യൂ കൊടുത്താൽ മതി. സത്യമായിട്ട് ഇത് കാണുമ്പോ പ്രാങ്കാണ്, ചുമ്മാ എല്ലാവർക്കും മനസ്സിലായി. ആക്ടിങ് കിട്ടിയല്ലോ.
നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയോ ഇല്ല എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ. മന്ദാകിനിയിൽ അഭിനയൊക്കെ എന്ത് നന്നായിട്ട് അഭിനയിച്ചിട്ട് എല്ലാരും നല്ല രീതിയിൽ പെടുന്നത്. അത് ടേക്ക് എടുത്തിട്ട് അഭിനയിച്ചെന്നൊക്കെ ഞങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു അവിടെ ഒരുപാട് ടേക്കൊന്നും വലിയ കാര്യം. അതിന്റെ കഥാപാത്രവും ഞാനും മറ്റേ മദ്യപാനിയാണ്. അതല്ല, ഞാൻ മദ്യം അങ്ങനെയല്ല കേട്ടാ. എന്തറിയാമോ, നാട്ടുമ്പുറത്തെ വീട്ടിലെ കല്യാണമാണ്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ എല്ലാ വീട്ടിലും കല്യാണ സമയത്ത് എല്ലാ സഹായം ചെയ്യുന്ന ഒരു പയ്യനുണ്ടാവും. അത് നമ്മുടെ പ്രായത്തിലൊക്കെ ഉള്ള ആരെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇവരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ. അതുകൊണ്ട് ഞാൻ ചെയ്ത ക്യാരക്ടറിൽ ബാത്റൂമിനകത്തിരുന്ന് കള്ളു കുടിക്കുന്നത് നീ അവിടെ ചെയ്തിട്ടുണ്ടോ? അത് എവിടെ ബാത്റൂമിനകത്തിനൊന്ന് കള്ളു കുടിക്കുക അങ്ങനെ. ലൊക്കേഷൻ മാറിയെന്നേ ഉള്ളൂ. നമ്മള് കള്ളു കുടിക്കാറുണ്ടല്ലോ. അപ്പൊ നിനക്ക് സമാധാനമായില്ല എന്നെ കള്ളുകൂടിയനാക്കിയപ്പോ. ശരി ശരി, നമുക്ക് അതൊക്കെ വിടാം. നമുക്ക് വീണ്ടും ചക്കത്തിലേക്ക് വരാം. ഓക്കെ, ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കൂടിയാൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആൾ സൂരജാണ്. 3 പേര് ഒരുമിച്ച് കൂടി അല്ല അല്ല ഇവളാണ്. അത് മനസ്സിലായി. എപ്പോഴും ഇമോഷണൽ അത്യാചാരം സുചിത്രയിലേക്കാണല്ലോ. സുചിത്ര അത്ര എനിക്ക് ചെറിയ വാക്കുകൾ മതി ഇവരുടെ നമ്മളറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോകും. അതിലൊരു ചെറിയ വാക്കിൽ പിടിച്ച് ഞാൻ പോകും. ഇതിന് കട്ടിങ് ആണെന്ന് വേറെ ഉണ്ട്. ഇപ്പൊ ഞാനും ഇപ്പൊ ഈ അതായത് ഇവനും ഇവളും കാണല് കുറവാ. അത് കാര്യം ഞാൻ കൊച്ചിക്ക് വരാറുണ്ട്, ഇവള് കൊച്ചിക്ക് വരാറില്ല. ഞാൻ ഇവനും കൊച്ചിയിൽ വെച്ച് കാണും. എന്തേലും വർക്കോ ഷൂട്ടോ എന്തെങ്കിലും പരിപാടിക്ക് വരുമ്പോ കാണാറ്. അപ്പൊ ഞങ്ങള് ഇപ്പൊ പരസ്പരം ഇവിടെ വെച്ച് കാണുമ്പോ കാണുന്ന ദിവസം ഞങ്ങള് ചിലപ്പോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുമ്പോ ഇവള് അവിടെ ഇരുന്നിട്ട് ഞാനില്ലാതല്ലേ അല്ലേ ഇവളിരിക്കും. അപ്പൊ ഞാനില്ല, ഞാൻ കൊച്ചിക്ക് വളരെ വിരളിലുണ്ടാവുന്ന പ്രാവശ്യം വന്നിട്ടുള്ളൂ, മൊത്തത്തിൽ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവരെപ്പോഴും കൊച്ചിയില്ല. ഇവര് ഞാൻ നോക്കുമ്പോ ഇവരിങ്ങനെ കറങ്ങി കിടക്കും. അപ്പൊ ഈ സുഖിലെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് ഞാനില്ല അതില്. അല്ല, അവിടെ അവര് നോക്കുമ്പോ ആയല്ലോ ഇത് സൂരജും അഖിലും. അപ്പൊ ഞാൻ ഈ സുഖില് ബാലൻസ് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കും. അല്ല, എന്നാൽ ഇപ്പൊ ഈ അഖില് ഏറ്റവും കൂടുതൽ എന്ത് പറഞ്ഞായിരിക്കും ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിരിക്കുന്നത് സുചിത്രക്ക്? ആര്? ഞാനോ? ഇത് ഇവനും പറഞ്ഞോണ്ട് എന്നെ മാത്രം പറയുന്നത്. അടുത്ത സൂരജിലേക്ക് വരികയായിരുന്നു. ആണോ? ഞാനോ? ഇവൻ പറയണത് ഇവൻ മനസ്സിലാക്കത്തില്ല, നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കത്തില്ല. ഇവൻ ഇപ്പൊ ഇത് എനിക്കുണ്ടായ കാര്യം, ഇപ്പം ഞാന് ശാലിനി ഇവൻ എല്ലാവരുടെ കോൺഫറൻസ് കോളിൽ സംസാരിക്കായിരുന്നു. എന്റെ കോൾ എങ്ങനെയോ കട്ടായി പോയി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞമ്മ വിളിച്ചു, അമ്മയുടെ സിസ്റ്റർ. അപ്പോഴത്തേക്ക് ഈ കോള് കട്ടായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു കുഞ്ഞമ്മല്ലേ, ഒന്ന് എടുത്തിട്ട് തിരിച്ച് കണക്ട് ചെയ്യാം. വിളിച്ചു, കോൾ എടുത്തു. ഞാൻ പറഞ്ഞു ആ കുഞ്ഞമ്മ ശരി, 1-2 വാക്കുകൾ പറഞ്ഞു, ശരി. അപ്പോഴത്തേക്ക് ഇവൻ വീണ്ടും വിളിച്ചു. ഉടനെ തിരിച്ചു പറയാണ്, നിനക്ക് വേറെ കോള് വന്ന് കട്ട് ചെയ്യുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാൻ പറഞ്ഞു ഇല്ലടാ. മിണ്ടരുത്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ആ കോള് കട്ടായി പോയി. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നെ കുഞ്ഞമ്മ വിളിച്ചു. അപ്പൊ അത് കുറച്ചു നേരം സംസാരിക്കുള്ളൂ. അതെന്താ ചോദിച്ചു, കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വിളിക്കാൻ തുടങ്ങായിരുന്നു. അപ്പോഴത്തേക്കും നീ എന്നെ തിരിച്ചു വിളിച്ചു. മനസ്സിലാക്കാറില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് അല്ലല്ല, ഇതൊരു സംഭവം ഞാന് ശാലിനി ഇവള് നമ്മൾ 3 പേരെ സംസാരിച്ചോണ്ടിരുന്ന. അപ്പം എന്തോ കാര്യം സംസാരിച്ചോണ്ടിരുന്നപ്പോ ശാലിനി ഇവളോട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. ഞാനിത് കേൾക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോഴേ ഇവിടെ കോളിലില്ല. അതാണ് ഞാനിവിടെ പറഞ്ഞു, ഇവള് ശാലിനിയോട് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ശാലിനി ചോദിച്ചു അഖി സുജി എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളില്ല കോളില്, എപ്പോഴോ പോയി. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പോകുമ്പോ കട്ട് ചെയ്ത് പോകുമ്പോ പറഞ്ഞിട്ട് പോട്ടെ, അവള് നിന്റെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ കിടന്ന് പറയുന്നത് മോശമല്ലേ? ഇത്രയും ഞാൻ ചോദിച്ചോളൂ. അയ്യോ ഇതൊന്നും അല്ലായിരുന്നു, ഇങ്ങനെയൊന്നുമല്ല. ദൈവമേ, എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ഇല്ല, ഞാൻ എന്ത് ചെയ്യാൻ? ഇനിയിപ്പോ ഇവരുടെയൊക്കെ കള്ളത്തരങ്ങൾ പൊളിക്കണമെങ്കിൽ റെക്കോർഡിംഗ് നേരത്തെ അഭിനയിക്കാൻ പറഞ്ഞില്ലേ, ഇവളുടെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞില്ലേ ഈ ഇന്റർവ്യൂല് വരെ? എന്തിന്? എനിക്കിപ്പോ അത് സത്യത്തിൽ തോന്നുന്നു എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നുള്ളത്. അല്ല, ശരിക്കും അവ കാര്യം പറയുന്നത് മനസ്സിലാക്കത്തില്ല. ഇതായിരുന്നു സിറ്റുവേഷൻ, അല്ല ഞാനത് മനഃപൂർവ്വം ചെയ്തതാ. സൂരജിന്റെ കാര്യത്തിലേക്ക് വന്നാലോ? അവൻ പറയണത് എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല, ഞങ്ങൾ പറയുന്നത് എന്താന്ന് അവന് മനസ്സിലാവാറില്ല. ഈ മനസ്സിലാവാതെ വരുമ്പോൾ അടിയാണ് ഞങ്ങളുടെ ഇടയിൽ. അതായത് ഇവൻ ഞങ്ങള് ചിലപ്പോ ഞങ്ങളുടേതായ ഒരു സർക്കിളിൽ ഒരു പ്രായത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കും. പക്ഷെ ഇവ ആ സമയം 80-കാരനാവും, 70-80-ലോട്ടൊക്കെ പോകും. അപ്പൊ മനസ്സിലാക്കാൻ പറ്റില്ല. ചില സമയം നേരെ 10 വയസ്സിലോട്ട്. അതായത് നേരത്തെ ഈ ഒരു ഇരിപ്പിരുന്നില്ലേ, ആ ഇരിപ്പ് തന്നെ അവന്റെ ഒരു പ്രായവും കൂടെ അങ്ങ് ആ ഇരിപ്പിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ചില പടത്തിലേക്ക് ഈ വിജയരാഘവനൊക്കെ സംസാരിക്കൂലേ വീട്ടിലെ, കാരണവരാവും.
ഉണ്ട സമയത്ത് നമ്മള് കാരണം ആ കണ്ടോ ഇത് ഇത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. Okay. ഇതാണ് സംഭവം, മനസ്സിലായി. ഇനി ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോട്ടെ കേട്ടോ. വേണ്ടേ വേണ്ടേ കാരണവരാകുമ്പോ ആവണം. കണ്ട മനസ്സിലായി, ഒരു മനസ്സിലായോ? മനസ്സിലായി. ഇനി അതിന്റെ ക്യാരക്ടറാണ്. അതിന്റെ പക്കത്തിലേക്ക് അല്ലല്ല അത് എന്തോ എടാ അത് കഴിഞ്ഞ ചേച്ചി ക്വസ്റ്റ്യൻ ചോദിക്കാം. വിട്ടില്ല. പേരൊന്നും അതിലൊന്നുമില്ല. ഇവിടെ ശരിക്കും നടക്കുന്ന ഇതാ, ഞാനിങ്ങനെ കൊളുത്തിട്ട് കൊടുക്കും, പിന്നെ ഒരു അടി കൊടുക്കുള്ളൂ. ഇല്ല, സൂരജ് ചില സമയത്ത് 10 വയസ്സുകാരനാവും, ചില സമയത്ത് 10-70 വയസ്സായിട്ടുള്ള ആളാവും. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രേ ഉള്ളൂ. ഓക്കെ, ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ചതിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? എന്താ ഉള്ളത്? ബാലഗോപാലിനെ എണ്ണ ലഭിച്ചാൽ അത്ര ശരിയില്ല. സാങ്കേതിക തടസ്സം. സാങ്കേതിക തടസ്സം ഇപ്പൊ ഇവനുണ്ടായില്ലേ, അത് തന്നെ. The Kenna Show. മൈൽസ്റ്റോൺ ബേക്കേഴ്സിൽ പുതിയതായിട്ട് ഒരു ഷോയും കൂടെ നമ്മൾ തുടങ്ങുകയാണ്, ദ കെന്ന ഷോ. നിങ്ങളെ കൂടെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമായി കെന്ന ഷോ. കാത്തിരിക്കാം, കാഴ്ചയുടെ കൗതുകം ഉണരും വരെ.